മുതലെടുക്കൽ വേണ്ട പോലെ അത് മൈക്ക് എന്താ ആയിക്കോട്ടെ. ഇതെന്താന്ന് വെച്ചാൽ ഒരു കാസർഗോഡുകാരൻ വന്നിട്ട് ഇതുപോലത്തെ ഒരു മണ്ട മുട്ടി തീർക്കി തന്നു. അത് ക്യാമറയാന്നല്ലോ, പൈസ തന്നിനപ്പാ. എന്നിട്ട് സുരേഷ് ഗോപി വന്ന് സിനിമാ നടൻ എന്നെ കാണും വണ്ടിയാടെ നിർത്തി. അടുത്ത മാസം അയാളെ മന്ത്രിയുമായി. സന്തോഷിക്കാം കൂടുതലായിട്ട്. ഇത്രയാണ്ട് ഇപ്പൊ നമുക്ക് അമ്മയ്ക്കോ എന്റെ അമ്മക്ക് നീയല്ലേ അത് ഒന്നിനെ കൊണ്ട് സന്തോഷിക്കാന്ന്. രണ്ടിന്റെ സ്ഥാനം ഉണ്ടായിനി, ഒന്നിനെ കൊണ്ടാ ഭാഗ്യം. അത് എങ്ങനെ ആയാലും വേണ്ടിയില്ല. വെൽക്കം ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ നമ്മളിപ്പോ കണ്ണൂരാണുള്ളത്, പയ്യന്നൂര്. നമ്മുടെ ഒരു ഇൻട്രോയും ഇവിടെ നടക്കൂല, ഇച്ചാപ്പിള്ളടത്തോളം കാലം. അതാ അപ്പൊ ഞാൻ, രാമൂട്ടൻ, ഏട്ടൻ, ഏട്ടത്തി, കുഞ്ഞാവ, അമ്മ എന്തിയെ അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇന്ന് എവിടെ പോവാണ്? ഏട്ടന്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഇവൻ പറഞ്ഞിട്ടാണ് നമ്മള് തൊപ്പിയിട്ട ഏട്ടൻ പറഞ്ഞിട്ട് പറയും ഞങ്ങൾ കൂടെ വരും, അത്രേ ഉള്ളൂ. അതെ, അപ്പൊ ഏട്ടന്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ എവിടെ ഏട്ടാ ആദ്യം പോണേ? വിസ്മയ. അപ്പൊ ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന മുതൽ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് വിസ്മയ വാട്ടർ തീം പാർക്ക്. രാമുടൻ പറയണ വണ്ടർലൊന്നും ഒന്നും കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് വണ്ടർലൊക്കെ എന്തുവാ, എന്താണ് വിസ്മയ, ഞങ്ങളുടെ വിസ്മയിലേക്ക് വരുന്നതാണ്. വിസ്മയിൽ എന്താണുള്ളത് നമുക്കിത് കാണാൻ. എന്താ പറഞ്ഞില്ലേ വിസ്മയിലൊന്നുമില്ല. എന്നിട്ട് പിന്നെ പറയണ്ട, നമുക്ക് ഇങ്ങനെ ഹൈപ്പ് കൊടുക്കാം. നമ്മളെ പൃഥ്വിരാജിന്റെ നോക്കാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ ഹിച്ചാപ്പി ആക്ച്വലി ഒരു ആംബുലൻസ് ഫാനാണ്. ഏട്ടാ അപ്പൊ വിസ്മയില് മാത്രം ഉള്ളത് പറശ്ശിനിക്കടവ്. ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് ഫസ്റ്റ് പറശ്ശിനിക്കടവും, എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വിസ്മയ എന്നാണ് പറഞ്ഞത്. പക്ഷെ രാമുടെ സമയം പാലിക്കാത്തതുകൊണ്ട് നമ്മളിന്ന് ആദ്യം വിസ്മയിലേക്കാണ് പോകുന്നത് ഗൈസ്. ഞാൻ നോക്കിയപ്പോ പുറത്ത് കസേരയിൽ ഒരു നല്ല ഷർട്ട് കിടക്കണ്. അപ്പൊ ഞാൻ ലുങ്കി സ്വന്തമായിട്ടുള്ളത് ഏത് അതെനക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പോകുമ്പോണ്ട് ഒരു കറുപ്പന വിളിക്കുന്നു മാമോനെ, അപ്പം വിളിച്ച സ്ഥിതിക്കാൻ കൂട്ടിയതാ. ഈ കോസ്റ്റ്യൂം കട്ടസി ഏട്ടനാ തോന്നുന്നു. അപ്പൊ ഗൈസ് നമുക്ക് വിസ്മയിലേക്ക് പോകാം. ഇതാണ് ഇച്ചൂട്ടൻ, നമ്മുടെ ഇച്ചാപ്പി എന്നാണ് രാമൂട്ടൻ വിളിക്കുന്നത്. അവരുടെ പേരെന്താ? പേരെന്താ വെച്ചിട്ടാ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഇഷാൻ മനു. ഇതാണ് നമ്മുടെ വീട് ഭരിക്കുന്ന ആൾ അഥവാ. ഗായ്സ് അങ്ങനെ നമ്മൾ വിസ്മയിലെത്തിയേക്കാണ്. പക്ഷെ ഇത് നോക്കൂ, ക്ലോസ്. വിസ്മയ ക്ലോസ് ഓൺ 11th we are going on retreat for our annual meet. ഇന്ന് എത്രാം തീയതിയാ? ഇന്ന് 11ാം തീയതിയാണ്. എങ്ങനെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലും അറിയിക്കായിരുന്നു. ആണോ? പേപ്പറിലുണ്ടായിരുന്നു. ഞാൻ 2 സെറ്റ് ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ വേണ്ടിട്ട്. കൊള്ളായിരുന്നു കേട്ടാ. ഞാൻ ഇത്രയും വലുതാന്ന് പ്രതീക്ഷിച്ചില്ല. കാണാൻ പറ്റില്ലല്ലോ രാമൂട്ടന്റെ തള്ളുള്ള. അങ്ങനെ നമ്മൾ വിസ്മയുടെ ആഗ്രഹം നടത്താത്തത് കൊണ്ട് നമ്മൾ പറശ്ശിനിക്കടവ് വന്നിരിക്കുകയാണ്. തൊട്ടടുത്താണല്ലോ ഇവിടെ. ഒരു 2-3 വളവ് തിരിഞ്ഞപ്പോ ഇവിടെ പറശ്ശിനിക്കടവ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാം. ഏട്ടനൊക്കെ അങ്ങോട്ടേക്ക് നടന്ന്, ഞാനും രാമൂണ്ണും ഇല്ലേ. ഇത് ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ കല്യാണത്തിന് മുന്നേ. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത്, ഞങ്ങൾ MBA പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനും അമ്മയും കൂടെ ഇവിടെ ഇങ്ങനെ ഈ എന്തോ ഒരു ട്രിപ്പ്, പിൽഗ്രിമേജ് യാത്ര കൊണ്ടുപോകില്ലേ, അങ്ങനത്തെ ഒരു ടീം നമ്മൾ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ രാമുന്റെ വീട് ഇവിടെ ആയതുകൊണ്ട് ഞാൻ രാമുന്റെ വിളിച്ചു പറഞ്ഞ് നമ്മൾ പക്ക ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ടടാ എന്ന് പറഞ്ഞപ്പോ ഇതിവിടെ ഒരു കടയുടെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ
സർപ്രൈസ് ആയിട്ട്. അത് ചിലപ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞു, പക്ഷെ സർപ്രൈസ് ആയിട്ട് ആള് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആളെ ഞാനിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പോകുന്ന വഴിക്ക് മൊത്തം കടകളാണല്ലേ. ഇത് ഫുൾ കടകളാണ്. നമ്മുടെ കൂട്ടത്തിൽ വന്നവര് ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രസാദം. ഇത് പ്രസാദാണോ അമ്മ? വേണ്ട, ഒരു ഗ്ലാസ് അന്നൂക്കാരോടാണോ ചോദിക്കുന്നത്? ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. കഴുക ഇത് മറ്റേ കാലെഴുന്ന സ്ഥലല്ലേ? എന്ത് വലിയ ഊട്ടുപുരയാ ഇത്. ക്യൂവാ ഊട്ടുപുരക്കുള്ള. ഊട്ടുപുര എത്ര ഉണ്ടാവും ആലോചിച്ചോക്ക്. ഇവിടെ എന്താ മീനൊക്കെ ഇല്ലേ? മീൻ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമല്ലേ ഇത്? അത് അവിടെ പയ്യന്നൂര് അമ്പലം. ഇത് കാലെഴുതുന്നത്. ഇത് കാലെഴുതുന്നത്. ഇവിടെ പ്രത്യേകത എനിക്ക് എന്താ വർഷനിക്കടവന്റെ ജാതി മതഭേദമില്ലാതെ ആർക്കും വരാം. അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് മാത്രല്ല ഇവിടെ പട്ടികളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കണ്ണൂക്കാർ എപ്പോഴും ഏത് സ്നേഹത്തിന്റെ ആൾക്കാരാണെന്ന് പറയുന്നത്. ഇവിടെ ആദ്യം വന്ന് ഞാൻ എന്താ എനിക്ക് ഭക്ഷണം. ഇനി ആദ്യം വിശപ്പ് മാറ്റണം. ഇനി ആദ്യം വിശപ്പ് മാറ്റിയിട്ട് കേറിയാ മതി. ആദ്യം ഭക്ഷണം തന്നെ. ഇനി കാലൊഴുക്കി കഴിഞ്ഞുമ്പോ എനിക്ക് ആദ്യം ഫുഡ് ഉണ്ട്. എന്നിട്ട് പിന്നെ പ്രാർത്ഥിച്ചാൽ മതി അല്ലേ? അല്ല, ആദ്യം തിന്നല്ലോ, ചായ കുടിച്ചല്ലോ. ഇതെങ്കിലും ഇത്ര വരെ നമുക്ക് കയറാൻ പാടില്ല. ഞാൻ വെച്ച് ചൂടുവെള്ളമായിരിക്കും. നല്ല തണുപ്പ്. മീൻ പിടിക്കുന്ന കിട്ടിയേട്ടാ? ഒന്നുമില്ല. പിന്നെ കണ്ടിട്ടാ പിന്നെ ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. ഇവിടെ രാവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സാധനമാണ് കാറ്റാടി. ഞാൻ ഏത് അമ്പലപ്പറമ്പിൽ പോയാലും തള്ളിക്കോട്ടെ, നമുക്ക് വേറെ പണിക്ക് പോവാം. കുറച്ചുകൂടെ പറയാനുണ്ട്. നിന്റെ തള്ളല്ലേ ഞാൻ കേട്ടിട്ടുണ്ട്. വേറെയും ബോട്ട് എന്തെല്ലോ ഉണ്ട്. ഇത് വേണോ? നമുക്ക് സ്പീഡ് ബോട്ട് എടുത്താലോ? സ്പീഡ് ബോട്ട് എടുക്കാം. ബോട്ടിങ് വിസ്മയ ആഗ്രഹിച്ചു വന്ന ചാമുട്ടാ. നമുക്ക് അടുത്തേല് വരാമോ? ഇച്ചാപ്പി നോക്കിയേ ഇങ്ങനെ. ഏത് ബോട്ടാണ് ഏട്ടാ? ഈ ബോട്ട് വേണമെന്ന് എനിക്ക്. ഈ ബോട്ട് ഇതാണ് പിന്നെ രസം. ഇതല്ലേ രസം? ഏത് ബോട്ടാണ്? അതാ ഡ്രാഗന്റെ ബോട്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ ഡ്രാഗന്റെ ഫേസ് ഉള്ള ബോട്ട്. പക്ഷെ ഇതൊക്കെ ഇല്ലേ, നമ്മള് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ഫീൽ എന്താണ് പ്രത്യേകിച്ച്. ഇതാവുമ്പോ നമുക്ക് ശരിക്കും വെള്ളത്തിലിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഏട്ടനും ഇതാവുമ്പോ നമുക്കൊരു ബോട്ടിന്റെ ഫീലൊക്കെ കിട്ടും. ഇതാവുമ്പോഴേ കുഴപ്പമുണ്ടാവില്ല. അത് പക്ഷെ വീട്ടിലിരിക്കണ പോലെ വെറുതെ ബോട്ട് സൈഡിൽ കൂടെ പാലത്തിലൊക്കെ ഇരിക്കണം. ഇങ്ങനെ ആളില്ല, നമ്മളെ തള്ളി വിട്ട്. ആളില്ലേ? അല്ല, ഞാനാ പഠിക്കുന്നത്. നിങ്ങളിപ്പോ ഒരു ബോട്ട് കയറി ഇറങ്ങുന്നത് നിർബന്ധമായിട്ടും ജാക്കറ്റ് ധരിച്ചിരിക്കണം. കാരണം എന്തുകൊണ്ടാണ് അത് നമ്മുടെ നമ്മള് സേഫിന്റെ ഒരു കാര്യമാണ്. സേഫ്റ്റി ആണല്ലോ ഫസ്റ്റ്. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ബോട്ട് കയറി നിർബന്ധമായിട്ടും ജാക്കറ്റ് ധരിച്ചിരിക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴകളിലൊന്നും ഇത്തരം പ്രശ്നങ്ങളില്ല. സ്പീഡ് ബോട്ടുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ആയിട്ട് പോകുന്നതിന് ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ജാക്കറ്റ് ഏറ്റവും കൂടുതൽ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ആർക്കും ജാക്കറ്റ് കൊടുത്താൽ ധരിക്കുന്നില്ല. അത് നമ്മളെ ഇഷ്ടമില്ല. നമ്മളിപ്പോ എടുത്തു കൊടുത്താലും അവർ ആദ്യം അത് വാങ്ങിയിട്ടൊന്ന് ഇട്ട് അപ്പാടന്നെ ഉരി വെക്കും. എന്നിട്ട് ഇപ്പൊ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പാട് ഉരി വെക്കും. അതായത് അപ്പൊ നമ്മളിപ്പോ ഇതേപോലെ തന്നെ യാത്രയിൽ ബോട്ട് ഓഫ് ആവുക അല്ലെങ്കിൽ വേറെ അപകടം വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബോട്ട് ഓഫ് ആവുകയാണെങ്കിൽ നമ്മൾ ഇരുന്നടിക്കുന്ന അനങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പൊ കരയിലോട്ട് അല്ലെങ്കിൽ ഇത് ഒഴുകിയിട്ട് കരയിലോട്ടേ പോലെ കാറ്റ് തിരമാല എങ്ങോട്ടാണോ അവിടേക്ക് പോയിട്ട് അടുത്ത് നിൽക്കുക ചെയ്യാം. അപ്പൊ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം വെള്ളം കയറുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു നമ്മൾ ജാക്കറ്റോ അല്ലെങ്കിൽ ലൈഫ് ബോയോ ഉപയോഗിക്കണം. എന്നാൽ നമുക്ക് മണിക്കൂറുകളോളം വെള്ളത്തിൽ പൊന്തി നിൽക്കും.
ഇത്ര മണിക്കൂർ കൊണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടി വരും. അപ്പൊ അത് നമുക്കൊരു പ്രശ്നവും വരില്ല. അടുത്ത ബോട്ട് വന്നിട്ട് ഇല്ല, നമ്മൾ ഇവിടെ അല്ല, നമ്മളിപ്പോൾ ആലപ്പുഴ പോലെ സ്ഥലത്ത് ഇപ്പം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ നമ്മൾ ഇതേ ബോട്ടും കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് 3 ബോട്ട് പോയിട്ട് ടോറസിൽ ബോട്ടും കയറ്റി പോയി അവിടെ പോയി അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. എന്റെ മോനെ മാരകയിട്ടോ കാണാൻ എനക്കും അടിക്കണോടാ. എന്ത് എനിക്ക് ടാറ്റു അടിക്കണം. സച്ചി ടാറ്റു അടിച്ച ഗൈസ്. എനക്ക് അടിക്കണം. എനിക്ക് അടുത്തടി. എനിക്ക് ഗൈസ് നമ്മൾ കൈ നോക്കാൻ വന്നേക്കാണ്. അവിടെ കേട്ടാ കുടുംബാട്ടൊക്കെ നോക്കി വെളുപ്പുകാരവര് ഭാര്യയും ഭർത്താവും എല്ലാം എല്ലാരും നോക്കിയാ. എല്ലാം അമ്മയുടെ വീട് എവിടെയാ? എൻ്റെ വീട് ഇടാ പറശ്ശിനിക്കടവ്. എന്റെ വീട് എറണാകുളം. എറണാകുളത്ത് കലൂര് എന്ന് പറയും. കലൂര്. മുതലെടുക്കൽ വേണ്ട പോനെ. അത് മൈക്ക് എന്താ ആയിക്കോട്ടെ. ഇത് വേണ്ട, ഇത് വെക്കണ്ട. ഇതെന്താന്ന് വെച്ചാല് ഒരു കാസർഗോഡുകാരൻ വന്നിട്ട് ഇതുപോലത്തെ ഒരു മണ്ട അത് മുട്ടി തീർക്കി തന്നു. അത് ക്യാമറയാന്നല്ലോ. ക്യാമറ അതെല്ലാം എടുത്ത് പിടിച്ചിട്ട് ഓൻ പോയി. പൈസ തന്നിനപ്പാ ഓൻ പോയി. 10 മിനിറ്റ് കഴിയുമ്പോ നാടൻ ഒട്ടാകെ എന്റെ പരിശു പോയി. ഗൾഫില്, ചെന്നൈയില്, മദ്രാസില്, പറശ്ശിനിക്കടവ്, കണ്ണൂര്, തലശ്ശേരി, കോയമ്പത്തൂര്, അങ്കമാലി, എറണാകുളം, തിരുവനന്തപുരം വരെ എത്തി മോളെ ആ കാര്യങ്ങള്. ഫേമസ് ആയില്ലേ? എന്നിട്ട് സുരേഷ് ഗോപി വന്ന് സിനിമാ നടൻ എന്നെ കാണും വണ്ടിയാടെ നിർത്തി മുതലെടുക്കാൻ കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞോട്. എന്നെ വെച്ചിട്ട് മുതലെടുക്ക അയാള്. അതിന് നിക്കരുതെന്നാ പറഞ്ഞ സുരേഷ് ഗോപി വന്നിട്ട് എന്നോട് ഇവിടെ നിന്നിട്ട്. അടുത്ത മാസം അയാളെ മന്ത്രിയുമായി. ആണോ? അയാളെ മന്ത്രിയായില്ലേ? BJP ഇടക്കിടക്ക് വരൂ. മന്ത്രിയാകാതെ മുന്നേ ഇവിടെ നോക്കട്ടെ. എടുത്തേ കൈ പെണ്ണുങ്ങൾക്ക് എടുത്ത കൈ മോളെ കൈരേഖ. അച്ഛൻ്റെ അമ്മേൻ്റെത്, പഠിപ്പ് കാര്യം, ജോലി കാര്യം, യാത്രാ കാര്യം, ഭാവിയെ പറ്റി. എത്ര വയസ്സായി? 28ആയി. കഴിഞ്ഞത് കഴിയാനുള്ളത്, ഭാവി, ജോലി, യാത്ര, കൂട്ടുകെട്ട്, ഫ്രണ്ടുമാര് എല്ലാം പറയട്ടെ. എല്ലാ കാര്യവും പറഞ്ഞ് ഇഷ്ടപ്പെട്ടാലും മോളെ കൈകൊണ്ട് ഈ ചാർജ് അമ്മച്ചിക്ക് തരുമോ? രേഖ നോക്കിയാൽ ശരി. തരുക വെക്ക്. സന്തോഷമായിട്ട് വെച്ചാട്ട മോളെ കൈകൊണ്ട് ഇപ്പൊ വെക്കണോ അല്ലേ? വെച്ച രാജ്യക്കാ ഫലം. കൈ നോക്കിയാൽ പ്രൈവറ്റ് റീഡിംഗ് 1000, ഫുൾ റീഡിംഗ് 500, ഫേസ് റീഡിംഗ് 250. എല്ലാം പറയട്ടെ. ഗൂഗിൾ പേ ഉണ്ടാ? എല്ലാവരും നോക്കിക്കോ. ഇത് തരുവാ അല്ലയ്യ. ഉത്രം ചിത്രയെല്ലാം നല്ലതാ. ഉത്രം എടുത്തിയാട്ട കയറ്റിയ ക്ഷമയില്ല. ആയുസ് മോക്ക് വളരെയുണ്ട്. ദീർഘായുസ 80 കടക്കും കേട്ടോ. 80 മുഖ കടക്കും. മോളെ കൈ നേരിയ വരല. ജോലി കിട്ടേണ്ട കയ്യാ. ജോലി എടുക്കണ്ട. ജോലി എടുക്കണ്ട ഈ വരലട്ടാ. എന്നാണ് രേഖകൾ. മോളെ കൈകൊണ്ട് കാര്യമായ നോക്കണമെന്ന് വെച്ചാല് കുടുംബപരമായിട്ടല്ലേ മോള് മുന്നോട്ട് പോകും. വലിയൊരു ആഡംബര കയറ്റിയല്ല, ഉള്ളേനെ കൊണ്ട് ജീവിച്ചിട്ട് പോന്ന മോള കേട്ടോ. അതിൽ നല്ല മനസ്സാ. ഭർത്താവും മക്കള് കുടുംബത്തോടു കൂടി നല്ല സെറ്റപ്പായിട്ട് മുന്നോട്ട് പോകും. അവളുടെ ഭാഗ്യം മോക്കുണ്ട് കേട്ടോ. കണ്ണൂർ ജില്ലയിലെല്ലാം മോള് വന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് കേട്ടോ. അതിലൊന്നും കുഴപ്പമില്ല എന്നാണ് രേഖകള്. ഈ കയ്യിൽ സ്വന്തം വീട്ടിലെല്ലാം മോക്ക് ഭാഗ്യം കൂടുതൽ കിട്ടുക പോയ കുടുംബത്തിൽ. നിന്റെ ഭാഗ്യം അങ്ങോട്ടാ. പോയ കുടുംബത്തിൽ അവര് നന്നാവണം, നല്ല ലക്ഷ്യത്തിലെത്തണം. ഈ കൈ യാത്ര ചെയ്യേണ്ട കയ്യാ. ദൂരയാത്ര എല്ലാ നാടും ചുറ്റിക്കറങ്ങി വരേണ്ട മോളാകും. അതില് കുഴപ്പമില്ല. ഭർത്താവ് ആള് യോഗ്യനാ. പോക്ക് കണ്ട കളക്ടറാ. പോക്കും വരവ് കണ്ട കളക്ടറാ. ജഡ്ജിന്റെ പോക്കാ. പറച്ചിലോളും ഭയമുണ്ട്. പുള്ളി ശുദ്ധനാ. ഉള്ളിൽ കടുപ്പില്ല. ഇതാണ് രേഖക്കുള്ള കേട്ടോ. കൈ ഓട്ട കയ്യാ. കയ്യില് കാശിരിക്കൂല കേട്ടോ. പൈസ എല്ലാം നമുക്ക് തിരിമറിയാണ്. ഓട്ടോമാറ്റിക് പോലെയാ. ഇതാണ് ഫലം. അതിലൊന്നും കുഴപ്പമില്ല. നിന്നെ കെട്ടിയ കുടുംബം വലിയേറിയ കുടുംബ.
നല്ല ജീവിതം, നല്ല സെറ്റപ്പ് എന്തെല്ലാം തന്നെ. അതൊന്നും തോറ്റു പോകില്ല മോളെ. എടുക്കുന്ന ജോലി എനിക്ക് ഒന്നിൽ കൂടുതൽ മോള് ജോലി ചെയ്യും. ഒരു സ്ഥാപനം ഒന്നിൽ കൂടുതൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം. അതിനൊന്നും പരാജയം വരില്ല, നന്നാകും കേട്ടോ. സ്വന്തമായ വീട്, കാര്യം, ചുറ്റുപാടെല്ലാം ആകും. മോളെ സ്വന്തം വീടായ പേരില് ഭർത്താവിന്റെ പേരിലോ? ഇല്ല, ഞങ്ങളുടെ സ്വന്തമായിട്ടില്ല. സ്വന്തമായിട്ടൊരു വീട് വെക്കണം. കുടുംബപരമായിട്ടാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് വീടെല്ലാം ആവും. 2025 ഇത് 24 ഉറപ്പാ. ആണോ? അതെ, 2025 വീടാവും. അത് ഓന്റെ പേരിൽ ഇവളെ പേരിലെല്ലാം സമതുല്യ തന്നെ രണ്ടാക്കും കേട്ടോ. അതിൽ കുഴപ്പമില്ല മോളെ, ഭാഗ്യം തെളിയും. ഇതാണ് രേഖക്കുള്ളത് കേട്ടോ. കാര്യമായ ഒരൊറ്റ വാക്കുകൊണ്ട്, ഒറ്റ സ്നേഹം കൊണ്ട് വിവാഹം നടത്തി കെട്ടിയതാ പെട്ടെന്ന് കേട്ടോ. അതിൽ കുഴപ്പമില്ല. കയ്യിൽ ഇടപാട് വേണ്ട, പണമിടപാട് കൊടുത്താൽ തിരിച്ചു കിട്ടാൻ പ്രയാസ. കടം കൊടുത്താല് കേട്ടോ. എന്റെ ഭർത്താവ് എല്ലാ പോയിന്റ് കണ്ടുപിടിക്കും. ഓന്റെ പോയിന്റ് ആയിരിക്കും കിട്ടൂല. അവന്റെ പോക്ക് കണ്ട കളർ പോക്കാം, ജഡ്ജിന്റെ പോക്കാ. എന്നാണ് രേഖക്കുള്ളത്. അതിൽ കുഴപ്പമില്ല. എന്നാലും വലിയ പരിഷ്കാരമൊന്നും ഉള്ളവനൊന്നല്ല. ഉള്ളതിനെ കൊണ്ട് മേക്കപ്പ് കപ്പിട്ട് പോകും. ബാക്കിയുള്ളവനാണ്. പെട്ടെന്നുള്ള വരവാ മുത്തപ്പനെടുക്ക എല്ലാവരും പറഞ്ഞു. ഇന്ന് വന്നത് പ്രതീക്ഷക്കാതെ വരവാ, പെട്ടെന്നുള്ള വരവാ. ഭർത്താവിന് പൊതുജനങ്ങളെ സഹായ, കുടുംബ സഹായം അല്ല കൂടുതൽ കിട്ടുക. അന്യവരെ സഹായം കിട്ടും. അന്യ നാട്ടിലെല്ലാം വിജയിക്കും. അന്യ നാട്ടിലാ ഭാഗ്യവന്, നാട്ടിലല്ല. നാടെല്ലാം വിടാം കേട്ടോ. എന്നാണ് രേഖക്ക്. ജോലിപരമായിട്ടെല്ലാം മുന്നോട്ട് പോകാം. അവളുടെ ഭാഗ്യം മോന്റെ കയ്യിലുണ്ടാവും, പരാജയപ്പെടില്ല. നിങ്ങൾ രണ്ടാളും ബ്രേക്കില്ലാതെ വണ്ടിയാ. നീ പറഞ്ഞ കോനൊക്കൂല, ഓൻ പറഞ്ഞ വാക്ക് നിനക്ക് ഒക്കൂല. എന്നാണ് രേഖക്ക്. എന്നാൽ ചില സമയം കണ്ടില്ലെങ്കിൽ ഓർക്ക് വരും ചെയ്യില്ല. ഉണ്ടാക്കും ചില സമയം കണ്ടിട്ടില്ലെങ്കിൽ ഓർക്ക് വരികയും ചെയ്യില്ല. കണ്ടോണ്ടിരിക്കണം, മാതി പറിച്ചോണ്ടിരിക്കണം, ഓർക്കുണ്ടാവും. എന്നാണ് രേഖക്ക്. അതിലൊന്നും കുഴപ്പമില്ല കേട്ടോ മോളെ. അമ്മ കുട്ടിപ്പിനി മഹാലക്ഷ്മിയാ. അമ്മേന്റെ ഭാഗ്യ കിട്ടുക. അവളെ ഭർത്താവിനെ അമ്മ കാണുന്നത് മോനെ പോലെയാ. മരുമകന്റെ സ്ഥാനമല്ല, മകന്റെ സ്ഥാനം കൊടുക്കും. അതിൽ പരാതിയില്ല. നിങ്ങൾ കാശ് കൊടുക്കണ്ട, സ്നേഹം മനസ്സിലുണ്ടാവൂന്ന് കേട്ടോ. സ്നേഹം ഉണ്ടാവും. അതിനൊന്നും കുഴപ്പമില്ല. പൈസന്റെ മുന്നിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, വിഷമമൊന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യത്തിനും സോൾവ് ആകും, എല്ലാ കാര്യത്തിനും റെഡിയാകും. അവളെ ഭാഗ്യമുണ്ട്, പരാതിയില്ല. പക്ഷെ എത്ര തിന്നാലും വണ്ണം വെക്കുന്നില്ലെന്ന്, തടി വെക്കുന്നില്ല. കൊടുത്താല് 2 വായ വെച്ചാൽ 2 കായും പത്തേനെ എന്നൊക്കെ ചിന്തിക്കുന്നു. അതിൽ കുഴപ്പമില്ല മോളെ. മക്കളും ഒക്കെ ജനിക്കുന്നത് 2 മക്കൾക്ക് അമ്മയാകും. 2 മക്കൾക്ക് അമ്മയാവും കേട്ടോ. ഇന്ന് കുടുംബ മക്കളെ സ്നേഹിക്കാനും പരിപാലിക്കലും എടുത്ത് കളിപ്പിക്കാൻ മുട്ടിക്കുക. അതൊന്നും തോറ്റു പോകില്ല. ഇതാണ് രേഖക്കുള്ളത് കേട്ടോ. ബുദ്ധിമുട്ടെല്ലാം തീരും. അടുത്തൊരു കുഞ്ഞക്കാല് കാണും. കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വരൂല. അന്ന് രാധമ്മനെ മറക്കല്ല. അന്ന് രാധമ്മക്ക് 500 രൂപ. രാധമ്മക്ക് 500 രൂപ. അടുത്ത് തന്നെ കുഞ്ഞിക്കാല് കാണും. 2025 കുഞ്ഞിക്കാലുണ്ടാവും. അതിൽ കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ വിജയിക്കും. നല്ല ചെറിയ നല്ല കുടുംബമായിട്ട് പോണ മക്കൾ നല്ല നിലയിൽ എത്തണം. അതേ ആശയുള്ളൂ അച്ഛനും അമ്മക്കും മക്കൾക്കെല്ലാം കേട്ടോ. എന്നാണ് നിന്റെ മുന്നിൽ വളരെ വേദനയിലുണ്ട് അമ്മക്ക് കേട്ടോ. എന്നാണ് വേദനയിലും ക്ലിയർ ആകും. വിചാരിച്ച കാര്യം നടക്കും, തോറ്റു പോകില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും, നല്ല മാറും. മോൾ അമ്മക്ക് മക്കള് 10 15 സന്താനം. നിങ്ങളുടെ അമ്മയ്ക്ക് കൂടെ 5ന്റെ താഴെ 4 3 പേരെ കൊണ്ട് ഭാഗ്യം, 2 ആൾ കൊണ്ട് ഉയർച്ച. അതിൽ ഒന്നിനെ കൊണ്ടാ സന്തോഷിക്കുക കൂടുതലായിട്ട്. ഇത്ര ഇപ്പൊ നമുക്ക് നിന്റെ അമ്മക്ക് നീയല്ലേ അത് ഒന്നിനെ കൊണ്ട് സന്തോഷിക്കാന്ന്. 2ന്റെ സ്ഥാനം ഉണ്ടായിനി, ഒന്നിനെ കൊണ്ടാ ഭാഗ്യം. അത് എങ്ങനെ ആയാലും വേണ്ടിയില്ല, മനസ്സിലായോ? ഇപ്പൊ ഒരു മോളാ, അതിൽ കുഴപ്പമില്ല. ബുദ്ധിമുട്ടില്ലാണ്ട് പോകും, പരാജയപ്പെടില്ല. നിങ്ങളുടെ സ്വത്തോ മുതലോ പണമോ പൈസ കണ്ടിട്ടല്ല നിന്റെ ഭർത്താവ് നിന്നെ എടുത്തത്, സ്നേഹം കൊണ്ടാണ് കേട്ടോ. ഒറ്റ വാക്കുകൊണ്ട് സ്നേഹം കൊണ്ട് മുന്നോട്ട് പോയതാ. അതിൽ പരാജയമില്ല, നന്നാകും മോളെ. ഇതാണ് രേഖക്കുള്ളത് കേട്ടോ. അച്ഛൻ കേളിയും കീർത്തിയെല്ലാം ഉണ്ട്. അച്ഛൻ രാജാവാ, അമ്മ മന്ത്രിയാ. അമ്മ അച്ഛനെ ഭരിക്കാൻ നോക്കൂ, അമ്മേൻ്റെ ഭരണത്ത് അച്ഛൻ നിൽക്കൂല. സ്നേഹയെ കൊടുത്തിട്ട് തന്നിട്ടും അമ്മക്കും മൂക്കും ഭരിക്കാൻ തന്നിട്ടില്ല. ഇതാണ് ഫലം. അതിൽ പരാജയമില്ല, കാര്യങ്ങളൊക്കെ വിജയിക്കും. എല്ലാ ബുദ്ധിമുട്ടും തീർന്നു, വിഷമങ്ങളൊക്കെ മാറി, വിചാരിച്ച കാര്യമെല്ലാം നടന്ന് നല്ല ലക്ഷ്യത്തിലൊക്കെ എത്തി, പൈസക്കയറ്റിയായി. എടുക്കുന്ന തൊഴിൽപരമായിട്ടെല്ലാം കരകയറ കിട്ടി സന്തോഷിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മോളെ തൈ കൊണ്ട് ഒരു 500 രൂപ രാധമ്മക്ക് താ. തൈ ഏറ്റവും നല്ല തയ്യ, ആയുസ് തോനെയുണ്ട്, മരണം വരെ ദാരിദ്ര്യം എനിക്ക് ഉണ്ടാവില്ല. 10 കുടുംബം ജോലി കയറ്റിയ
ജോലി, തമാശ, കളി, ചിരി, ജോലി എല്ലാം പോണേ എനിക്ക്. ആരോട് വൈരാഗ്യ ബുദ്ധി ഇല്ല, ദേഷ്യം കാണൂല കേട്ടോ. ചെറിയ പിള്ളേരെ കളിയാ, 3 വയസ്സിലെ പിള്ളേരെ കളി, കുട്ടികളെ കളിയാ ഒക്കെ കിട്ടല്. അതിൽ കുഴങ്ങൂല. നിന്റെ ഭർത്താവിനെ പൊട്ടിച്ചാട്ടൊന്നും ചെയ്യില്ല. നിന്നെ പൊന്നുപോലെ നോക്കൂ, പരിപാലിക്കൂ കേട്ടോ. നിന്റെ കുടുംബത്തെ കാട്ടി കൂടുതൽ സ്നേഹവും ആത്മാർത്ഥത ഭർത്താവിൻ്റെ വീട്ടിലാണ്. അതിലെല്ലാം നമ്മൾ വിജയിച്ച് ഭാഗ്യവതിയായി നന്നായി കാണുമ്പോൾ വീടെല്ലാമായി ഒരു കുഞ്ഞുകാലെല്ലാം കണ്ട് സന്തോഷിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ രാധമേനെ മറക്കല്ലേ. ഞാൻ എവിടെയാണെന്നറിയാമോ? എൻ്റെ വീട് തറവാടും വീട് കോത്തായിമുക്കില്. എന്റെ കേട്ട് വിശ്വസിച്ചിട്ട് അതാ ചേട്ടനും കൂടെ ഇരുന്നേക്കാണ് ഗൈസ്. മോന്റെ കയ്യിലേക എന്താ നക്ഷത്രം? അമ്മ പോയിക്കോന്നോ. എന്റെ നക്ഷത്രം വയസ്സായി 28. കൈ നല്ല കയ്യാണ്, ബാക്കിയുള്ള കയ്യാ കേട്ടോ. പക്ഷേ പൈസ, പണം, മുതല് നമുക്ക് കൂടുതൽ വിചാരിക്കുമ്പോൾ ഇല്ലെങ്കിലും അവിടെ ഒരു വിഷമം ഉണ്ടാകും. പൈസ ഇന്ന് പോകും നാളെ വരും, അത് കണക്ക്. അതിനൊന്നും തോറ്റവരല്ല. കണ്ണിൻ്റെ പീര് മുട്ടിയിട്ട് കുടുംബ സഹായം പെരുമാൻ കിട്ടില്ല. കുടുംബം ഉണ്ടെങ്കിൽ അകന്നകന്ന് നിൽക്കും, ഒരുപോലെ നിൽക്കില്ല. അതാണ് കേട്ടോ. മോൻ്റെ ആയുസ് രേഖ കിടക്കുന്നത് 87. ഞാൻ 80. ഞാൻ ചെത്താലും ഉണ്ടാവുമല്ലോ ഈ പണ്ടാരം. മോൻ്റെ വിവാഹം കൊണ്ടൊക്കെ മുന്നോട്ട് പോകേണ്ടവനാണ്. 2 പേർക്ക് ജോലി വേണം, ജോലിപരമായിട്ട് യാത്രയും ചെയ്യാം. അങ്ങനെ അതുകൊണ്ട് കൊടുത്ത് ചോദിക്കാം, അതൊന്നും പരാതി സന്തോഷിക്കേണ്ടതില്ല. സ്നേഹിതമാരി കൂട്ടുകെട്ടി ഇന്ന ജാതിയാണെന്ന് നടത്തുന്നില്ല, എല്ലാം അതേപോലെ അല്ല. ഇപ്പോൾ കുറച്ച് ബയോട്ടായിട്ടുണ്ട് സ്നേഹിതന്മാരെ മനസ്സിലായോ? പക്ഷെ അമ്മയും മക്കളും നന്നായി പോയി എന്ന് പറഞ്ഞിട്ട് അസൂയം പറയേണ്ട ആൾക്കാരെല്ലാം ഉണ്ട്, മുന്നിലും ബേക്കിലല്ല. ശത്രുക്കളെല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ കള്ളായി എന്താണ് എതിരി അന്യവരല്ല. ചായയും ചോറും തുണ്ണു കുടിച്ചു പോയ ആൾക്കാർ നീ വിശ്വസിക്കുക. എന്താണ് ഫലം? അതിൽ പരാതിയില്ല, നന്നാവശ്യപ്പെട്ട തൈകോട്ടയാണ്. 10 വയസ്സ് ഇല്ലാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചില്ല. നീ ഗൾഫ് പോകാം, പോയില്ല ഒരു യാത്ര എല്ലാം പോയി സന്തോഷിക്കും. പരാജയപ്പെടുന്നത് വലിയ പണവും പൈസ കയ്യിലുണ്ടെങ്കിൽ ഇടപാടൊന്നും വേണ്ട, പുറത്താ കിട്ടാൻ പ്രയാസം. എന്താ പറഞ്ഞ 21 ശേഷവും 25 ഇടയിൽ ഒരു പെൺകുട്ടീനെ മനസ്സിൽ കൊണ്ടുവരുന്നതിന് 21 ശേഷം ഇങ്ങനെ കിട്ടിയ മനസ്സിൽ കൊണ്ടു നടന്നതാണ്. പക്ഷെ പെട്ടെന്ന് കാര്യമായി കൊണ്ട് നടന്നാൽ ഭാഷയാണ് എനിക്ക്. എന്തായാലും അപ്പം കുട്ടീനെ കിട്ടിട്ട് വിട്ടു കൊടുക്കില്ല. അവളുടെ ഭാഷക്കാരൻ അതിന് പോയൊന്നുമില്ല. നമ്മളെ കൊണ്ട് നന്നാവും. വീട്, സ്ഥലവും, സന്താനവും, കുടുംബവും, സന്തോഷ കുടുംബമായിട്ട് അടിച്ചു പൊളിച്ച് വിജയിച്ച് മുന്നോട്ട് പോകും. അവളുടെ ഭാഗ്യം തൂക്കില്ല. 28 വയസ്സ് കഴിഞ്ഞ് 29, 31 നിനക്ക് നല്ല കാര്യമാണ്. ആർക്കും നിന്നെ പൊരുത്തപ്പെടുന്നില്ല. ഭാഗ്യവനാണ്. ഇപ്പൊ പൊട്ടന കളി, പൊങ്ങന കളി, വീടും കളി എല്ലാ കളിയും കൊണ്ട് ആൾട്ടറ പോക്കാം, ബെഡ്ഷീറ്റ് പോക്കാം. വലിയ പാർട്ടി വന്നാൽ വലിയ സീറ്റ് കൊടുക്കാം, ചെറിയ പാർട്ടി വന്നാൽ ചെറിയ സീറ്റ് കൊടുക്കണം. പഠിച്ച് നിലയിലെത്തും. കൈ നിർത്തിയാ എന്തോന്ന് പറയാൻ എനിക്ക് പെണ്ണ് കേട്ടനാ ഇങ്ങനെ മതി. ഇവളല്ല വേറെ നല്ല മോളാ. അടുക്കള പണിക്ക് വയ്യോട്ടാ, പുറത്തെ കാര്യത്തിൽ എടുക്കുന്ന അടുക്കള കാര്യത്തിൽ വയ്യോട്ടാണ്. പാലെടുത്ത തല്ലിലെ ഉപ്പെടുക്കാൻ മുളക് എടുക്കും, മുളക് എടുത്ത ഉപ്പെടുക്കും. ചായ എടുക്കാൻ പോയാൽ ചായയുടെ കടി എടുത്തോണ്ട് വരും. ഇങ്ങനെയുള്ള അവസ്ഥയാ. എല്ലാം നീ പഠിപ്പിച്ചു കൊടുക്ക്. എന്ത് തന്ന് കിട്ടിയാലും നീ സാപ്പിടും. കിട്ടുന്ന നീ പറയാൻ എന്നാ തരുന്ന് ആയിക്കോട്ടെ, സാരില്ല. നല്ല മനസ്സിലെ മോനാ, ക്ഷോൻ ചിന്തിക്ക. ഞാൻ സ്നേഹിക്കുമ്പോൾ എന്നെ സ്നേഹിക്കാൻ കണക്കുള്ള ആളുണ്ട് എൻ്റെ കുടുംബത്തിൽ. എല്ലാം ചിന്തിക്കോ. ഏട്ടനേനിമാരെല്ലാം ഒരുപോലെ കണക്ക് വെക്കാറില്ല. കണക്ക് കാര്യമൊന്നും അങ്ങനെ പറയുന്നും ചെയ്യില്ല. നീ ആദ്യം പറഞ്ഞില്ലേ, ആര് തന്ന 2 രൂപ വാങ്ങിയില്ല, പോട്ടെ, നിർബന്ധമൊന്നുമില്ല, വായിച്ച മത്സരമൊന്നുമില്ല. അങ്ങനെ പറശ്ശിനിക്കടവിൽ പോയി നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഏട്ടാ തോന്നിയ വല്ല സത്യാണെന്ന്?
എങ്ങനെ ഉണ്ടായിരുന്നു? കറക്റ്റ് ആണോ? കൈ നോക്കിയിട്ട് അവർ ആൾക്കാരെ നോക്കി, ഒന്നാമത് അവർക്ക് ജീവിക്കാനുള്ള ഒരു തൊഴിൽ, പ്രായമുള്ള ഒരു പെണ്ണുങ്ങൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അവർ ആളനുസരിച്ചിട്ടാണ് അവർ നമ്മൾ സൂചിപ്പിക്കുന്ന വർത്താനാണ് പറയുന്നത്, അല്ലേ? എനിക്കതിലൊരു 10% സത്യം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ നോക്കിയിട്ട് അവർ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട് ശരിക്കും. ഇപ്പം ഞാൻ ഇത്ര സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. നമ്മൾ അയച്ചു കൊടുത്ത പൈസ അവർ ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് പോലും അവർക്ക് നമ്മുടെ ഫ്യൂച്ചർ എന്താ പറയുക അറിയാത്ത അവർ എങ്ങനെയാണ് നമ്മുടെ അടുത്തൊരു 10-20 വർഷം പറയുന്നത്? സോ സിമ്പിൾ. പിന്നെ അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം. എല്ലാവർക്കും കഥകൾ ഉണ്ടാവില്ല. അവരിപ്പോ നമ്മളെ ചെയ്ത പറ്റിക്കലല്ലേ ഒരു തരത്തില്. അവരുടെ വരുമാനം അത്രേ ഉള്ളൂ. സീരിയസ് ആയി എടുക്കരുത്. ഇത് ഇതിലേ കേട്ട് ഇതിലേ വിടാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എന്നോട് ചോദിച്ചോണ്ട് അഭിപ്രായം പറഞ്ഞാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മളീ ഇപ്പൊ ജോത്സ്യരായാലും ഈ ടൈപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ ഇതിൽ ശാസ്ത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതറിയുന്ന ലെസ് ദാൻ 1% മാത്രമേ ഉള്ളൂ. അത് എവിടെയാണ് എന്നൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ ഒരാൾക്കാരുടെ അനുഭവത്തില് മേ ബി 10% ശരിയായിട്ടുണ്ടാവും. വേറൊരു ഇതും കൂടിയുണ്ട്. മറ്റേ എവിടെയാ സ്ഥലം എന്ന് എനിക്കറിയില്ല. തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് നിന്റെ താളിയോല നോക്കിയിട്ട് നിന്റെ ഹിസ്റ്ററി പറയുന്നത്. അത് മാത്രല്ല, നമ്മുടെ തമിഴ്നാട്ടിലെ ഏതൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തില് ഇവിടെ ഭൂമിയിലുള്ള എല്ലാവരുടെയും താളിയോല ഉണ്ടെന്ന് പറയുന്നത്. താളിയോല അതാണ് ഇപ്പൊ ഇങ്ങനെ കൊറേ ശാസ്ത്രങ്ങളുണ്ട്. അതൊക്കെ ശാസ്ത്രങ്ങളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവരിപ്പോ കുറച്ച് കണ്ടന്റ് പറയും. ഇവര് കുറച്ച് ഒരു എന്താ പറയാ അവരും മനസ്സിലായില്ലേ, അവർ പ്ലേറ്റ് മാറ്റി കണ്ടില്ലേ നീ, ഭയങ്കരാണ്, അങ്ങനെയാണ്, സ്നേഹസമ്പന്നനാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയും. അവർക്ക് വേണ്ടത് എന്താ, നിന്നെ കുറച്ച് ഇതാക്കുക, കുറച്ചൊരു എമൗണ്ട് വരിക. ഒരു കാര്യമുണ്ട്, സിമ്പിളായിട്ട് അങ്ങനെയല്ല. വിഷമമുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഒരുവിധപ്പെട്ട ആൾക്കാരോട് പോവുക കുറച്ചൊരു മനസമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയുമ്പോ അവർക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ കുറച്ച് എക്സ്ട്രാ ടിപ്പ് കൊടുക്കും. വന്ന് നിൽക്കുന്ന കുടുംബാണെന്നുള്ള അവർക്ക് വന്ന് നിൽക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒന്ന് നോക്കി കഴിഞ്ഞാല് നോർമലി നമ്മളൊരു ഫേസ് എക്സ്പ്രഷൻ വെക്കുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ആദ്യം ഒരു കാർഡ് ഒരു വെടി വെക്കും. ഇങ്ങനെയാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ ആന്ന് പറയും. ശരിയാണല്ലോ, പ്രശ്നമില്ലാത്ത ആരാ? അവർക്ക് പ്രശ്നമില്ലാണ്ട് അവർ വെറുതെ ഇരിക്കുന്നതാണോ? പ്രശ്നമില്ലാണ്ടല്ലേ അവരിക്കുന്നത്. കാണിക്കൂ നഷ്ട സ്വപ്നം. നമ്മൾ കണ്ണിൽ നിന്നും തെന്നി മാറും. അപ്പോ സിമ്പിളായിട്ട് അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെ അറിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, ഉണ്ടാക്കുള്ളൂ. ബാക്കി അത് കണക്ട് ചെയ്ത് പിടിച്ചു. ഇന്നലെ ഗഗൻചാരിയുടെ ഡയലോഗ് കേട്ടോ, ശാസ്ത്രത്തെ നമ്മൾ നമ്മുടെ സംസ്കാരം കൊണ്ട് ചേർത്ത് പിടിച്ച് വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് തന്നെയാണ്. അതായത് നമ്മുടെ കൾച്ചറും അല്ലെ നമ്മുടെ ഇങ്ങനത്തെ എന്താ പറയാ, ഇത് പറയാ ഈ ഡയലോഗ് എന്നാ പറയാ നമ്മള് ഇതെന്നാ പറയാ ഈ സയൻസിനാ അങ്ങനെയല്ലടാ. നമ്മുടെ വിശ്വാസവും നമ്മുടെ സയൻസിനെയും ചേർത്ത് കുറിച്ച് മുന്നോട്ട് പോകണമെന്ന് ഒരു ഡയലോഗ് ഉണ്ട്. രണ്ടും ഓപ്പോസിറ്റ് ആണ് എപ്പോഴും. ഏത് ഇതായിക്കോട്ടെ, അവരെ എല്ലാം ഉണ്ട്. ഏത് ഓപ്ഷൻ വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് പക്ഷിശാസ്ത്രം വേണോ? പക്ഷി എവിടെ? പക്ഷിയില്ല. അല്ലല്ല, മറ്റേ ഇതില് പറയുന്ന പോലെ പക്ഷി കാണാൻ പറ്റിയെന്ന് പറയുന്നില്ല. മറ്റേ ഇതില് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ പറയുന്നില്ലേ. 2025 ഏട്ടനും വീട് വെക്കും. എടാ നമ്മൾ തല്ലിപ്പിരിയോടാ രൗണ്ടാ, ഞാനും വീട് തല്ലിപ്പിരിയാൻ പോലും നേരിട്ട് കണ്ടിട്ടുണ്ട്. വിളിച്ച ഫോൺ ഒക്കെ ഉണ്ട് അല്ലേ? ഇല്ല, അങ്ങനൊന്നുമില്ല. രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും എടുക്കുന്ന. എന്റെ അമ്മ നിങ്ങൾ ഇത് വിശ്വസിച്ചോണ്ടിരിക്കുകയാണോ? നല്ല ആളാ, കേട്ടിനി മോനെ. അമ്മ അടുത്തുണ്ട്, അപ്പൊ അമ്മേനെ പൊക്കി അടിക്കുന്നവര് അവരങ്ങനെ ഇങ്ങനൊക്കെ തന്നെ എല്ലാരും പറയാ. പിന്നെ അവർക്ക് പിന്നെ ഒരു രസം കാണാലോ, അറിയാലോ. നീ ആരും പറയുന്നതിൽ മേ ബി അല്ലേ കണ്ണടിച്ച് വെടിവെക്കുമ്പോ ഏതെങ്കിലും ഒന്ന് കൊണ്ടാന്ന് വിശ്വസിക്കുമായിരിക്കും. പിന്നെ അത് കണക്ട് ചെയ്ത്, കാരണം അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് വന്നിരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആംബുലൻസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആംബുലൻസിന്റെ പ്രശ്നം നടക്കുന്നത് പറശ്ശിനിക്കടവിന് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ് കണ്ണൂർ കോട്ടയം സെന്റ് ആഞ്ചലോസ് ഫോർട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ്. വിസ്മയില് ആ വെള്ളത്തിൽ കിടന്ന് കളിക്കണ്ട, ഞാൻ ഇപ്പൊ ഈ വെള്ളം കണ്ടേക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ അപ്പൊ ഗൈസ് നമ്മുടെ പറശ്ശിനിക്കടവിൽ പോയതും നമ്മുടെ ഫോർട്ടിൽ വന്നതും
ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ടയേർഡായി ഞങ്ങള് വിസ്മയെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാമോട്ട് തള്ളുകൾ എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല സത്യം പറഞ്ഞു. വിസ്മയെ പോയി എനിക്ക് അമ്യൂസ്മെന്റ് പാർക്ക് വാട്ടർ തീം പാർക്കല്ലായിരുന്നാ പോകണമെന്ന് ശരിക്കും ഉണ്ടായിരുന്നു. സാറില്ല 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റന്നാൾ പോകാം. നമ്മൾ 2-3 ദിവസം കൂടെ ഇനി പയ്യന്നൂർ ഉണ്ടാവും. ഇത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അല്ലല്ലേ, ബട്ട് ഒരു കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ്. എന്തായാലും നമ്മൾ വൃത്തിക്ക് വീട്ടിലുള്ളൊരു ദിവസം എങ്ങനെ ഉണ്ടാവും നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്തായിരിക്കും. ഓക്കെ സോ ഗൈസ്, അപ്പം അത്രയ്ക്കുള്ളൂ വിശേഷം. ഞാൻ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്ന് പറയാൻ ഫസ്റ്റ് ടൈം അല്ല, ഇത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ കുറേ നല്ല എന്താ പറയാന്നറിയോ, നല്ല കിടിലം ഫ്രെയിംസ് റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയത്. ഐ മിസ് ഗാരി. എനിക്കെൻ്റെ ക്യാമറമാനെ മിസ് ചെയ്യുന്നു ഇവിടെയൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഫോണിലെടുത്തിട്ടേ ഒരു തൃപ്തി ആവുന്നില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. വേറെ ഒന്നുമില്ല, എടുക്കാറിയാൻ അതുകൊണ്ട്. Guys, that's all for the day. Ay, നല്ല രസം. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ലവ് യു. അതാ പോകുന്നേ കടലിലേക്ക്.